അല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ ബെറ്റർ ഗവേണൻസ്, അതായത് ഞാൻ പറയുന്നത് NDAയോടാണ്. NDAയുടെ ബെറ്റർ ഗവേണൻസ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ കിട്ടുന്ന വോട്ടിന്റെ 10% പോലും കമ്മ്യൂണൽ പൊളിറ്റിക്സ് പറഞ്ഞാൽ കേരളത്തിൽ ലഭിക്കില്ല എന്ന്. നല്ല ഗവേണൻസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കിക്കോളൂ. മോശം ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ UDFനെ സംബന്ധിച്ച് UDFന്റെ ഏറ്റവും വലിയ പ്ലാങ്ക് കഴിഞ്ഞ 2019 വ്യത്യസ്തമായി കേരളത്തിലെ ഏറ്റവും അൺപോപ്പുലർ ആയ ഒരു ഗവൺമെന്റ് സ്റ്റേറ്റിലുണ്ട്. ആ അൺപോപ്പുലാരിറ്റിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തു കൂടി ഉണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വോട്ട് UDFന് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന്റെ ഒരു സ്വഭാവം അതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ ഭീതിപ്പെടുത്തും. ഒരു കാര്യത്തിനോട് ഞാൻ മറുപടി പറഞ്ഞേക്കാം. സുജയ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നേരത്തെ നികേഷ് പറഞ്ഞപ്പോൾ പറയാൻ സാധിച്ചില്ല. അതായത് കേന്ദ്ര സർക്കാരിന്റെ തിറ്റമ്മ നയം കൊണ്ട് കേരളത്തിൽ സാമ്പത്തികമായ പ്രശ്നം കേരള സർക്കാരിനുണ്ടായി. എന്തുകൊണ്ട് UDF അതിനെ പിന്തുണച്ചിട്ടില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. കടുത്ത കെടുകാര്യസ്ഥയാണ് സാമ്പത്തിക കൈകാര്യം ചെയ്യൽ ഈ സർക്കാരിനുണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർക്കിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള അവഗണനയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവഗണന ഉണ്ടാകൂ എന്നത് സാധാരണഗതിയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഒരു ഫാക്റ്റാണ്. അതുള്ളപ്പോൾ നിങ്ങൾ ചെയ്തത് ധൂർത്താണ്. നിങ്ങൾ അത് പ്രോപ്പർലി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ പ്രൊജക്ട്സ് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് വീഴ്ച പറ്റി. കേന്ദ്രം അവഗണിച്ചില്ല എന്നാണോ അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? CPIM-ന് ഒപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം സമരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സമരമാകാമല്ലോ. ഒറ്റയ്ക്കൊരു സമരം പ്രഖ്യാപിച്ചുകൂടെ? കേന്ദ്ര അവഗണന ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിന് തുല്യമാണ് ഈ വിട്ടുനിൽക്കൽ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര അവഗണന BJPയും NDAയും അല്ലാതെ ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്ര അവഗണനയുണ്ട്. അവർ മുണ്ട് മുറുക്കി ഉടുത്ത് സദ്ഭരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നയമുണ്ട്. ആ നയം എങ്ങനെ ഫെഡറൽ സിസ്റ്റത്തിൽ അവരെ എതിർക്കുന്ന സ്റ്റേറ്റുകൾ അവർ മുറുക്കും. പക്ഷേ നിങ്ങൾ ചെയ്ത എന്താണ്? നിങ്ങൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പോളിസി നിങ്ങൾ കൊണ്ടുവന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കെടുകാര്യസ്ഥതയും കൂടെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോയി, അതായത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ കെടുകാര്യസ്ഥത തുറന്നു നോക്കാൻ കാണിച്ച ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങളോടൊപ്പം ഒന്ന് സമരം ചെയ്തിട്ട് ഈ പ്രശ്നം ഇത് മാത്രമാണ് എന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. ഞങ്ങൾ നിങ്ങളെ എക്സ്പോസ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. നിങ്ങളെ എക്സ്പോസ് ചെയ്യും. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യും. അത് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾ അതിനകത്ത് പൊളിറ്റിക്കലായിട്ട് നിങ്ങളും പറഞ്ഞില്ലേ ഞങ്ങളും പറഞ്ഞില്ലേ കേന്ദ്രത്തിന്റെ മാത്രം കുഴപ്പമാണ് ഞങ്ങളുടെ കുഴപ്പമല്ലാന്ന് നമ്മൾ ഒന്നിച്ചു പറഞ്ഞില്ലേ എന്ന് വോട്ടർമാരോട് ചോദിക്കാനുണ്ടാവുന്ന സാഹചര്യം ഒരുക്കാൻ ശ്രമിച്ചാൽ UDF ആ വെട്ടിൽ വീഴാൻ തയ്യാറല്ല. ഇപ്പൊ മുഹമ്മദ് ഷാ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശരിയാണ്. മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2004 BJPയെ സംബന്ധിച്ചിടത്തോളം അന്ന് PS ശ്രീധരൻപിള്ളയാണ് സംസ്ഥാന പ്രസിഡന്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും കൂടുതൽ വോട്ട് BJPക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഒരുപക്ഷെ AB വാജ്പേയി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തി. ആ ഘട്ടത്തിൽ ഡബിൾ ഡിജിറ്റ് കടന്നു എന്ന് മാത്രമല്ല ഏതാണ്ട് 15% വോട്ടുകൾ BJP. പിന്നീട് ഇങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു BJPക്ക് ആ ഒരു റെക്കോർഡ് മറികടക്കാൻ. അപ്പോൾ മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടെ വർഗീയ അജണ്ടയേക്കാൾ കൂടുതൽ ഏൽക്കുക ഭരണ മികവാണ്. അത് BJP സ്വന്തമാക്കിയിട്ടുള്ളതുമാണ് 2004. അപ്പോൾ ഇവിടെ നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട LDFിൻ്റെ UDFിൻ്റെ അജണ്ട എന്ന് പറയുന്നത് നമ്മളെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള. ഡൽഹിയിൽ പോയി LDFിനോടൊപ്പം സമരം ചെയ്യാനില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാമ്പത്തികമായി ഞെരുക്കുന്നുണ്ട് എന്നുള്ള വിഷയത്തിൽ UDFിന് അഭിപ്രായ വ്യത്യാസം ഇല്ല ശ്രീമതി TP സിന്ധുമോൾ. അപ്പോൾ അത് രണ്ട് മുന്നണിയുടെയും പ്രചരണം BJPക്കെതിരായിരിക്കും. അല്ല, എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്, ഇത്ര ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ കേന്ദ്രം ഞെരുക്കുന്നു എന്നത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർ കൂടെ പോണായിരുന്നു. അവരവിടെ പോയി ഒന്നിച്ച് കേന്ദ്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അപ്പൊ ഇവരുടെ അജണ്ട അതൊന്നുമല്ല. ശ്രീ നികേഷ് കുമാർ, കേരളത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ എന്തിനി കോൺഗ്രസിനെ വിജയിപ്പിക്കണം? വളരെ കൃത്യമായിട്ട് ഞാൻ ഈ വേദിയിൽ ഇരുന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത തവണയും അധികാരത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ആ സർക്കാരിന്റെ ഒപ്പം പോകാനാണ്. എന്തിന് കേരളത്തിൽ നിന്ന് 20 MPമാരെ കോൺഗ്രസിനും കോൺട്രിബ്യൂട്ട് ചെയ്യണം? അവരെന്തു കൊണ്ടുവരുന്നു? അവരെ കഴിഞ്ഞ തവണ വിട്ടു, അവരെന്തു കൊണ്ടുവന്നു? ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക.
അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നത് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞാൽ ഈ കേരളത്തിൽ വർഗീയത, അവിടെ കാസർഗോഡ് പോയിട്ട് കുറി മായിച്ച് ഭസ്മം മായിച്ച് വർഗീയത പരത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി ഏറ്റവും നന്നായിട്ട് വർഗീയത പരത്തുന്ന ഒരു വിഭാഗം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരാ. ആർക്കെതിരെ? BJP ആണ് വർഗീയവാദികൾ എന്ന് പറയുന്നത്. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇവിടെ അയോധ്യ, രണ്ട് കാര്യം പറയാൻ അനുവദിക്കണം. ഇവിടെ അയോധ്യ പരാമർശിച്ചു. ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന ബാബർ അയോധ്യയെ തച്ചു തകർത്തതിന് ശേഷം അവിടെ പള്ളി പണിതപ്പോ ഏതാണ്ട് 400 വർഷത്തോളം ഇവിടുത്തെ ഹിന്ദു ജനത, കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രമല്ല ഈ രാജ്യമാസകലമുള്ള ഹിന്ദു ജനത കാത്തിരുന്നു. മുഗളന്മാരോട് 1600 ചോദിച്ചു ക്ഷേത്രം പണിത് തരുമോ? കൊടുത്തില്ല. ബ്രിട്ടീഷുകാർ വന്നു, ചോദിച്ചു, കൊടുത്തില്ല. 1947 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കെഞ്ചി, ചരിത്രമുണ്ടല്ലോ, കൊടുത്തില്ല. അന്ന് എന്നാണ് ഇത് രാഷ്ട്രീയമായ അയോധ്യ? ഈ ബാബർ അവിടെ അക്രമം നടത്തിയ അന്ന് മുതൽ ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയമായി, അല്ലാതെ BJP കൊണ്ടുവന്ന രാഷ്ട്രീയമല്ല. ഞങ്ങളത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി വിധിയെ തുടർന്ന് ഇന്നവിടെ ക്ഷേത്രം വന്നുവെങ്കിൽ ആ രാഷ്ട്രീയത്തെ മാനിക്കുന്ന ഹിന്ദുക്കൾ തന്നെയാണ് ഈ ഭാരതത്തിലുള്ള കോടാനുകോടി ഹിന്ദുക്കൾ. അത് കേരളത്തിലെ ഹിന്ദുക്കളും. കാരണം ഞങ്ങൾ അക്ഷതം കൊടുക്കാൻ പോയ വീടുകൾ, കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുണ്ട്, കോൺഗ്രസുകാരുടെ വീടുണ്ട്. അവർ നമസ്കരിച്ചാണ് അക്ഷതം സ്വീകരിച്ചത്. ഒരു വർഗീയതയും അവർ പറഞ്ഞില്ലല്ലോ. അപ്പൊ വർഗീയത പരത്തുന്നത് ആരാ? ഈ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയ കോൺഗ്രസിന് ഇവിടെ നിലനിൽപ്പുണ്ടോ? എന്തുകൊണ്ടാണ് സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഒക്കെ LDF കൈയാട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത്. അപ്പൊ വർഗീയത ആരുടെ ഭാഗത്താണ്? ഇവരുടെ ഭാഗത്താണ്. മറ്റൊന്ന്, ഇവിടെ ഹിന്ദു അജണ്ട വെച്ചിട്ടാണ്, വർഗീയത വെച്ചിട്ടാണ് BJP അധികാരത്തിൽ വന്നതെന്ന് പറഞ്ഞു. അല്ല. കേരളത്തിന്റെ കാര്യം, കേരളം എവിടെയാ ഞെരുക്കുന്നത്? 2013 BJP അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ്, ഞാൻ ഈ കണക്ക് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു, എന്നെ അതിന് സമ്മതിക്കണം. 2009 മുതൽ 10 വരെ, 2010 വരെ, 2013 മുതൽ 2014 വരെ ഇവിടെ ഭരിച്ച UPA സർക്കാർ ആകെ ഈ കേരളത്തിന് നൽകിയത് എല്ലാ പദ്ധതികളും വിഹിതങ്ങളും ഒക്കെ കൂടെ 55,058.60 കോടി രൂപയായിരുന്നു. എന്നാൽ 10 വർഷം പൂർത്തിയാകുന്ന നരേന്ദ്രമോദി സർക്കാരിന് അതിന്റെ 4 ഇരട്ടി കേരളത്തിന് കൊടുത്തിരിക്കുന്നു. You are watching Reporter Evening Show.